നമസ്കാരം. പ്രധാന വാർത്തകൾ. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ADGPയെ മാറ്റിയേ തീരുവെന്നും ബിനോയ് വിശ്വം. അന്തരിച്ച AEO ബാബുസാറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചേർത്തലയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ച ശേഷമായിരുന്നു സംസ്കാരം. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിക്കപ്പെടണമെന്ന ആവശ്യം. വൈക്കത്ത് കർഷക തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ADGPയെ മാറ്റിയേ തീരുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ നിലപാട് CPI സെന്ററാണ്. CPI സെന്റർ മാറ്റമൊന്നുമില്ല. വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും ഒരു RSS ബന്ധം പാടില്ല. ഒരു വട്ടമല്ല, 2 വട്ടം. എന്തിനാണെന്ന് ആർക്കും അറിയാത്ത കാരണങ്ങളാൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള RSS നേതാക്കന്മാരെ കാണുന്ന ഒരു ADGP തീർച്ചയായിട്ടും LDF നയിക്കുന്ന, LDF ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അർഹനല്ല, യോഗ്യനല്ല. CPI സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് ഉറച്ച സ്റ്റാൻഡാണ്. ഞാൻ CPI സെക്രട്ടറി പറയുന്നു. CPI സ്റ്റാൻഡ് ഇതാണ്. അതിലും ഒരു മാറ്റമില്ല. ആ ചുമതല വഹിക്കാൻ RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥന് അർഹതയില്ല, അവകാശമില്ല. മാറിയേ തീരൂ. മാറിയേ തീരൂ. ഈ അൻവർ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞാൽ അൻവറിന്റെ കയ്യും കാലം വെട്ടുമെന്നാണ് CPI പ്രവർത്തകർ മുദ്രാവാക്യം. ഈ വിമർശകരോട് ഈ കയ്യും കാലം വെട്ടുന്നതാണോ ഈ ഇടതുപക്ഷ? ആ ശൈലി കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലല്ലോ. CPIക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് തർക്കങ്ങളിലും വിഷയങ്ങളിലും സംവാദങ്ങളിലുമെല്ലാം കയ്യും കാലും വെട്ടൽ കമ്മ്യൂണിസ്റ്റ് നയമല്ല, ഇടതുപക്ഷ മാർഗമല്ല. ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയം കൊണ്ടാണ്. അങ്ങനെ എതിർക്കാൻ കേൾപ്പുള്ള ആശയമുണ്ട് ലെഫ്റ്റിന്. ആശയത്തിന്റെ ബലത്തിൽ CPIക്ക് വിശ്വാസമുണ്ട്. കൈയും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാകണം എന്ന കടുത്ത നിലപാടുമായി CPI. ADGPയെ മാറ്റിയേ തീരുവെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ല. ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് ഒരു കാരണവശാലും RSS ബന്ധം പാടില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. അന്തരിച്ച AEO ബാബുസാറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചേർത്തലയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ച ശേഷമായിരുന്നു സംസ്കാരം. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ മുൻ പ്രഥമ അധ്യാപകനുമായിരുന്ന അന്തരിച്ച AS ബാബുവിന് സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും അന്ത്യാഞ്ജലി. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലും ഗേൾസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, PTA അംഗങ്ങൾ, മറ്റു ജനപ്രതിനിധികൾ, കലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു.
ഉടൻ പൂച്ചാക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അധ്യാപകനപ്പുറം സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. മിനിയാണ് ഭാര്യ. അഭിനവ് ബാബു, അരവിന്ദ് ബാബു എന്നിവർ മക്കളാണ്. സംസ്കാരം പാണാവള്ളി തളിയാപറമ്പ് ആനപ്പറമ്പ് വീട്ടിൽ നടന്നു. കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിക്കണമെന്ന ആവശ്യം വൈക്കത്ത് കർഷക തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BKMUA ITUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി ജോൺ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധിയെ സംരക്ഷിക്കുക, കർഷക തൊഴിലാളി പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് 500 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ സമരത്തിൽ BKMU മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഏറെ പരിഗണന അർഹിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ. എന്നാൽ ആ നിലയിലേക്ക് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനമാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റവും മുൻഗണനാ ക്രമം നിശ്ചയിച്ച് ധനവിനിയോഗത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമെന്ന അഭിപ്രായമാണ് BKMUവിനുള്ളത്. ആ നിലക്ക് കേരളത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കർഷക തൊഴിലാളികളുടെ താൽപ്പര്യങ്ങളോട് ഈ സർക്കാർ നല്ല നിലയിൽ പ്രതികരിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഈ സമരത്തിന് ആധാരമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നേതാക്കളായ P. സുഗതൻ, K. അജിത്ത്, MD ബാബുരാജ്, TB ബിജു, PS പുഷ്കരൻ, സൗദാമിനി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം തുറവൂർ വിഭജിക യോഗ വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു. പ്രകൃതി ജീവന സമിതിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തിരുമുടിയിൽ ചൂടുന്ന പുഷ്പമല്ല, തിരുമാറിയിലിട്ടൊരു പൂണൂലല്ല, അർത്ഥമുണ്ടാകുവാൻ എന്തു വേണം? ക്ഷേത്രം വലിയടം പൂജ വേണം. ക്ഷേത്രം വലിയടം എവിടെയാണ്? ക്ഷേത്രം വലിയടം തൃശ്ശൂര്. വേളർവട്ടത്തും പാട്ടുകുളങ്ങരയിലുമായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വിഭജിക ഡയറക്ടർ V. വിജയനാഥ് ഉദ്ഘാടനം ചെയ്തു. ഹൃദയാരോഗ്യ ക്ലാസ്, യോഗ, ചിരിയോഗ, സ്വാന്തന സംഗീതം, നൃത്തയോഗ, ധ്യാനം എന്നിവ ഹൃദയദിനത്തോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. സ്വച്ഛതാ ഹി സേവ തൊഴിലാളികൾക്കായി നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ശുചീകരണ തൊഴിലാളികൾക്കും ഹരിത കർമ്മസേന അംഗങ്ങൾക്കും മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റലുകളിൽ അത് അന്ന് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്ത് വിഭാഗത്തിലെ ജീവനക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമായിരുന്നു നമ്മളൊരു ടെസ്റ്റുകൾ നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ അതിനൊരു പരാതിയായിട്ട് തന്നെ ഞങ്ങൾ തന്നെ പരാതിപ്പെട്ടു. കാരണം നമ്മളുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതായിട്ടുള്ള എല്ലാവരെയും ഇതിനകത്ത് പങ്കാളികളാക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്കിതിനകത്തുണ്ട്. കാരണം നമ്മൾ ഇന്നല്ലാത്ത ഒരു ദിവസം വരുവാണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേ ആണ്. വർക്കിംഗ് ഡേയിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കിട്ടാൻ പ്രയാസമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഉള്ള ഒരു ടെസ്റ്റുകൾ നടത്തി നമുക്ക് അത് എന്താണ് അസുഖങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നവരെ പുറത്ത് പോകുന്ന ആൾക്കാരാണ്. ഓരോ വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി നമ്മുടെ കൊട്ടയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാക്കിലേക്ക് വരുന്നതായിട്ടുള്ള വേസ്റ്റുകൾ, അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് പലർക്കും സൂചിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൻ്റേതായിട്ടുള്ള വേസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസം നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ A. അജി, നഗരസഭാ സെക്രട്ടറി TK സുജിത്ത്, ക്ലീൻ സിറ്റി മാനേജർ സുദീപ് എന്നിവർ പ്രസംഗിച്ചു. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ NCD മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ VS, ഡയറ്റീഷ്യൻ ശാലിനി KR എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്മിത രവീന്ദ്രനാഥൻ, സുമേഷ് NV, TP ആരീഷ് മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്യമയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ച് ചേർത്തല ശാവേശ്ശേരി വികസന സമിതി. ശാവേശ്ശേരി ക്ഷേത്ര മൈതാനത്താണ് മദ്യമയക്കുമരുന്ന് വ്യാപന പ്രതിരോധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്.
ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹൈസ്കൂളിലെ NSS വോളണ്ടിയേഴ്സ്, ചേർത്തല എക്സൈസ് റേഞ്ച് ഓഫീസ്, ശാവേശ്ശേരി കുടുംബശ്രീ 9ാം വാർഡ് എന്നിവരുടെയും സഹകരണത്തോടെയാണ് മയക്കുമരുന്ന് വ്യാപന പ്രതിരോധ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജാഗ്രതാ ജ്യോതി എന്ന പേരിൽ നടത്തിയ ജനകീയ സദസ്സിൽ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജ് ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഏതാണ്ട് 1.25 വർഷം ഞാൻ കാസർഗോഡ് ജോലി ചെയ്തിട്ടാണ് ആലപ്പുഴയിലേക്ക് വരുന്നത്. ആലപ്പുഴ ചോദിച്ചു വാങ്ങിയത് വന്നൊന്നുമല്ല. ഇനി ഒരു 9 മാസവും കൂടെ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തു പോകേണ്ട ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് സ്വന്തം ജില്ല റിട്ടയർ ചെയ്യുമ്പോൾ നാട്ടിൽ ഇരുന്ന് റിട്ടയർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. പക്ഷേ സ്വന്തം ജില്ല തന്നില്ല. അങ്ങനെ ആലപ്പുഴയിലേക്ക് വന്നു. കാസർഗോഡും ആലപ്പുഴയും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ആലപ്പുഴ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചു, ഞാൻ സമ്മതിച്ചു വരാം. അപ്പം ഇന്ന് രാവിലെ കമ്മീഷണറുടെ കോൺഫറൻസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേകദേശം 1:30 ശാരീരികമായിട്ട് ഇച്ചിരി അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്താ ഇവിടെ പ്രസംഗിക്കുക? അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു നാടകമൊക്കെ അങ്ങോട്ട് അവതരിപ്പിച്ച് എന്താ പറഞ്ഞെന്ന് അവർക്കും അറിയില്ല. പക്ഷേ വളരെ ഗൗരവമുള്ള, വളരെ അർത്ഥവത്തായ ഡയലോഗുകളാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അർത്ഥം പിടികിട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ വിഷയം തന്നെയാണ് ഞാനിവിടെ ചർച്ചയാക്കാൻ പോകുന്നത്. എത്ര നാളായിട്ട് സ്ത്രീകൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. ഇതിയാണ്ട് ഈ വെള്ളവടി ഒന്ന് നിർത്തി തരാവോ അല്ലേ? കാരണം വൈകുന്നേരം 7:30 ആകുമ്പോൾ ഇതല്ലേ വരവ്. കണ്ണൊക്കെ പോകുന്ന ഒരു എത്രയോ വർഷങ്ങളായിട്ടല്ലേ, എത്രയോ വർഷങ്ങളായിട്ട്. അപ്പൊ ഒരു കാര്യം വ്യക്തമാ, ഈ സ്ത്രീകളായിരുന്ന ഈ പരാതി മൊത്തവും, ചിരിക്കരുത്, പക്ഷെ ഇപ്പൊ സ്ത്രീകള് പരാതി പറഞ്ഞു പിന്നെ അവരും കൂടെ തുടങ്ങി. ഇപ്പൊ വല്ല പുല്ല് പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്നാ പിന്നെ ഞങ്ങളും കൂടെ അല്ലേ? അപ്പോ ലഹരി എന്ന് പറയുന്ന ഈ സാധനം എത്ര ഭീകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വാർഡ് കൗൺസിലർ PS ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് HS പ്രിൻസിപ്പൽ ലേജിമോൾട്ടി സ്വാഗതം പറഞ്ഞു. 100 കണക്കിന് പേർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് HSലെ NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ റാലിയും സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ PS ശ്രീകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. PN പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ പ്രതിമാസ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത തിരക്കഥാകൃത്തും നടനുമായ സുനീഷ് വാരനാട് ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ സാംസ്കാരിക അക്കാദമിയുടെ പ്രതിമാസ സാഹിത്യോത്സവം വിവിധ പരിപാടികളോടുകൂടി നടന്നു. സാഹിത്യ പുരസ്കാര ജേതാവ്, പ്രശസ്ത നോവലിസ്റ്റ്, സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുനീഷ് വാരനാടിനെയും വേദിയിൽ ആദരിച്ചു. പേരിലുള്ള ഒരു ആദരവ് കിട്ടിയ ഈ ഒരു വലിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു. മലയാളിയെ വായനയുടെ സംസ്കാരം പഠിപ്പിക്കുക, മലയാളിയെ വായനയുടെ നന്മയിലേക്ക് നയിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തിൽ ഒരുപക്ഷെ അമ്പലപ്പുഴ മുനിസിപ്പായിരുന്ന ശങ്കരമാരാർ
അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, അമ്പലപ്പുഴ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഒരു ലൈബ്രറി തുടങ്ങിയാൽ, അല്ലെങ്കിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു ലൈബ്രറി തുടങ്ങിയാൽ 6 മാസത്തേക്ക് പോലും സാഹിത്യകാരനാണ് ഈ പുരസ്കാരം തന്നത്. അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി പറയുകയും, എഴുത്തും വായനയും നമ്മുടെ അക്ഷരപ്പെട്ടികളിലൊക്കെ നമ്മുടെ നാടിന്റെ സംസ്കാരങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ വായിക്കപ്പെടാതെ പോകുന്ന പല പുസ്തകങ്ങളുടെയും രചയിതാക്കൾ ഉള്ള ആളുകളെയാണ് ഇവിടെ. ഒരു കവിത എഴുതിയാൽ ആ കവിത മറ്റുള്ളവർ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും വായനയുടെ താളുകൾ പറയുമ്പോൾ ഒഴിവാക്കപ്പെടുന്ന നല്ല അക്ഷരങ്ങളും നല്ല വരികളും അക്കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ സംഘടന. തിരഞ്ഞെടുപ്പിച്ച് വായിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ പുകഴ്ത്തപ്പെടുന്ന വായിക്കുന്ന ആളുകളായി മാറുന്നതാണ്. കാമ്പില്ലാത്ത പുസ്തകങ്ങളും കാമ്പില്ലാത്ത കമ്പകളും ധാരാളം വെറ്റടിക്കുകയും വായിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉപേക്ഷിക്കപ്പെടുകയും കാമ്പുള്ളത് എന്നാൽ കാണാതെ പോവുകയും ചെയ്യുന്ന എഴുത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് നമ്മളുടെ ഈ വർത്തമാനകാലം. തീരദേശ ജനതയോട് പിണറായി സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാട്ടുവഴി കടപ്പുറത്ത് പ്രതിഷേധ സംഗമം ചേർന്നു. കഴിഞ്ഞ 8 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി ഒരു പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ആരോപിച്ചു. തീരദേശ ജനതയോടുള്ള പിണറായി സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധ സമരം ആറാട്ടുവഴി കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതൽ ശ്രീ ആന്റണി മുതൽ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ളതുപോലെ സേവനം ഈ കാലഘട്ടത്തിൽ 8 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് അതൊന്ന് പുനരുദ്ധരിക്കാൻ, അതൊന്ന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിപുലീകരിക്കാൻ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിനെ കേൾക്കുന്ന സഖാക്കൾ മറുപടി പറയണം. കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ ഒരുക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? പക്ഷെ പുലിമുട്ടിലൂടെ, ശാസ്ത്രീയമായ പുലിമുട്ടുകളിലൂടെ, കടൽ ഭിത്തികളിലൂടെ ആ കാര്യം നിർവഹിച്ചു പോയ ഒരു കാലഘട്ടം കൃത്യമായി നടന്നു വന്ന കാലഘട്ടം ശ്രീ K. കരുണാകരന്റെയും ശ്രീ A.K. ആന്റണിയുടെയും ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലഘട്ടമല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കഴിഞ്ഞ 8 വർഷത്തിൽ ഞങ്ങൾ ചെയ്തത് ഇതാണ് എന്ന് ഈ തീരത്തെ ജനങ്ങളെ നോക്കി പറയാൻ കഴിയുമോ? വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS രഘുവരൻ അധ്യക്ഷത വഹിച്ചു. തീരദേശ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കുക, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മണ്ണെണ്ണ പെർമിറ്റ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിലും സമ്മേളനത്തിലും KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത്, B. ബൈജു, KR രാജേന്ദ്രപ്രസാദ്, അഡ്വക്കേറ്റ് VN അജയൻ, അഡ്വക്കേറ്റ് TH സലാം, MK ജയപാൽ, ജെയിംസ് ചിങ്കുത്തറ, TS ജാസ്മിൻ, സജിമോൾ ഫ്രാൻസിസ്, AP ലാലൻ, G. സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള പത്മശാലിയ സംഘം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് സമ്മേളനം ചേർന്നു. NSS താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല വടക്കേ അങ്ങാടിയിൽ നിന്നും പ്രകടനത്തോടെയായിരുന്നു സമ്മേളനം. താലൂക്ക് വനിതാ വിഭാഗം പ്രസിഡന്റ് S. സിജ അധ്യക്ഷത വഹിച്ചു. KPS സംസ്ഥാന പ്രസിഡന്റ് P. വിശ്വംഭരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഗീത കൊമ്മേരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ബാബു, അജിതകുമാരി, ON മോഹനൻ, S. കണ്ണൻ, S. നാരായണൻകുട്ടി, രാധാമണി, ശ്രീദേവി തുടങ്ങിയവർ പ്രസംഗിച്ചു. പത്മശാലിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ ഓരോ തൊഴിലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെല്ലാം വിഭജനം വന്നിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എന്ത് പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നവരാണ് എന്ന് ചോദിച്ചു. കാരണം ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്നെനിക്കറിയത്തില്ല. അമ്മന്തിരം അദ്ദേഹം പറഞ്ഞു ഈ കൈത്തറി, നെയ്ത്ത് എന്നിവയെല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഏറെക്കുറെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഉള്ള ഏറ്റവും പ്രമുഖമായ ഒരു വിഭാഗമാണ്
പത്മശാലിയർ. അപ്പോൾ എനിക്ക് എന്താണെന്ന് എനിക്കൊരു ധാരണ അപ്പോഴാണ് കിട്ടിയത്, ഒരു ഉറപ്പ് വന്നത്. ഞാൻ അതിനെക്കുറിച്ച് വലിയ ഇത് നോക്കിയിട്ടുള്ള ഒരാളൊന്നുമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ജനവിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മധ്യേഷ്യയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരുപാട് വലിയ തരത്തിലുള്ള ഇങ്ങോട്ടേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ ഓരോ നാടുകളിൽ നിന്നും വരികയും അതിനനുസരിച്ച് ഒരുപാട് ജനപദങ്ങൾ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇത് ഇന്നോ ഇന്നലെയൊന്നുമല്ല, നൂറ്റാണ്ടുകൾ അപ്പുറത്ത്. അതിപ്പോൾ പറയുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ 2024 AD 2024 എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞത്. അന്നോടുപടി ദൈവത്തിൻ്റെ വർഷമെന്നാണ്. ഇപ്പോൾ ശാസ്ത്രം ഇപ്പോൾ പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ല. പൊതുയുഗം എന്ന് പറയണം, CE. ചിലയിടത്തെങ്കിലും നിങ്ങൾ കാണുമ്പോൾ CE 2024 എന്ന് രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഞാനും ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് BCയും ADയും എന്നാണ് കണക്ക് കൂട്ടുന്നില്ല. ഈ AD 1 അങ്ങോട്ടാണെങ്കിൽ പുറകോട്ട് എണ്ണി പോവുകയാണ്. അപ്പോൾ അത് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള ഇടത്തിലാണ് BC അതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. ഇപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായി പറയുന്നത് 2024 പറഞ്ഞ 1, 2, 3 തുടങ്ങി 2024 വർഷമായി. അപ്പോൾ AD എന്ന് പറയും. പക്ഷെ അത് മാറി CE എന്നും ബിഫോർ കോമൺ ഇറ എന്നാണ് BCE. അങ്ങനെ നോക്കിയാൽ, അല്ലെങ്കിൽ പഴയ കാലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിന് മുമ്പ് എന്ന് കണക്കാക്കുന്ന ഇപ്പോൾ ബിഫോർ കോമൺ ഇറ എന്ന് പറയുന്ന BCE, അതിനു മുമ്പ് ഏതാണ്ട് 1700 അപ്പുറത്ത് മധ്യേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്തവർ പലയിടങ്ങളായി പിരിഞ്ഞ് അത് ഓരോ വിഭാഗങ്ങൾ ഓരോ ജോലികൾ ചെയ്യുന്നതിലേക്ക് അവരെ നിയോഗിക്കപ്പെട്ടതിൽ ഒരു വിഭാഗത്തിൻ്റെ പേരാണ് പത്മശാലീയർ എന്ന് കണക്ക് കൂട്ടുമ്പോൾ 10,000കണക്കായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് നിങ്ങളെന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ചേർത്തല കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ ID കാർഡുകളും വിതരണം ചെയ്തു. ആലപ്പുഴ, അരൂർ, ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഒപ്പം ID കാർഡ് വിതരണവും നടത്തിയത്. ചേർത്തല കോൺഗ്രസ് ഓഫീസിൽ നടന്ന പരിപാടി മുൻ കയർ കോർപ്പറേഷൻ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ KR രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇതിൽ യഥാർത്ഥത്തിലുള്ള തൊഴിലാളികളെ വളരെ കുറച്ചാണെങ്കിലും ഈ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന 25 പെയിൻറ്റിംഗ് തൊഴിലാളികളെ മാത്രമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ഈ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇങ്ങനെയൊരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ഈ മേഖലയിലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചു, നിരവധി പ്രശ്നങ്ങളുണ്ട്. ഓരോ തൊഴിലാളിക്കും അവരുടെ ജീവൻ പണയം വെച്ചാണ് അവർ ജോലി ചെയ്യുന്നത്. 8, 10, 12 ഒക്കെ നിലകളിലുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള എറണാകുളം സിറ്റി ആണെങ്കിലും ടൗണുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്താണെങ്കിലും ഇപ്പോൾ എല്ലാവരും 2 നില വീടുകളൊക്കെയാണ് വയ്ക്കും. അപ്പോൾ അതിനകത്ത് അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് കൃത്യമായി ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും അപകടങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. ആൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോഷി കുരിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. INTUC ചേർത്തല റീജിയണൽ പ്രസിഡന്റ് സുരേഷ് ബാബു ID കാർഡുകൾ വിതരണം ചെയ്തു. ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK ഷിബു, സംസ്ഥാന ട്രഷറർ റോബിൻ ജേക്കബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC ആന്റണി, OP സുനിൽകുമാർ, സജീവൻ ചെട്ടിയാർ, ധനേഷ് കൊല്ലപ്പള്ളി, അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്ര വാദ്യകല വാദ്യകുലപതി തേരൊഴി രാമക്കുറുപ്പിന് തിരുവിതാംകൂർ രാജമുദ്ര ചാർത്തിയ വീരശൃംഖല സമർപ്പിക്കുന്നതിന് മുന്നോടിയായി വിളംബര പത്രിക പ്രകാശനം നിർവഹിച്ചു. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി MR ഹരിഹരൻ നായർ ഉദ്ഘാടനം ചെയ്തു. അനുഷ്ഠാന കലകളിലെ വിവിധ വിഭാഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനാണ് തേരൊഴി രാമക്കുറുപ്പെന്ന് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി MR ഹരിഹരൻ നായർ. ക്ഷേത്ര വാദ്യകല വാദ്യകുലപതി തേരൊഴി രാമക്കുറുപ്പിന് തിരുവിതാംകൂർ രാജമുദ്ര ചാർത്തിയ വീരശൃംഖല സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള വിളംബര പത്രികാ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിളംബരത്തിലൂടെ പ്രഖ്യാപനം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. വാസ്തവത്തിൽ നൽകാൻ പോകുന്നത് മെയ് 25 അടുത്ത വർഷം. ഇതിനെപ്പറ്റിയുള്ള ആദ്യത്തെ അറിയിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് കൊട്ടാരത്തിൽ തമ്പുരാട്ടിയുമായി സംസാരിക്കുക എന്നുള്ളതാണ്. പല ചടങ്ങുകളിലും ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് രാജകുടുംബം അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതൊരു
വലിയൊരു കാര്യമാണ്, ഒരു അസാധാരണ സംരംഭമാണ്. അത് കിട്ടാൻ പോകുന്നത് ഒരു അസാധാരണ വ്യക്തിയുമാണ്. അതുമായിട്ട് സഹകരിക്കാൻ വളരെ സന്തോഷമുണ്ടെന്നാണ് തമ്പുരാട്ടി അറിയിച്ചത്. മെയ് 25-ന് നടക്കാനിരിക്കുന്ന ആ ചടങ്ങിന് സാക്ഷിയാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ വരും. വിവിധ കലാവല്ലഭനാണ് ഈ ആനുകൂല്യത്തിന് അർഹനാകുന്ന, ഈ ബഹുമതിക്ക് അർഹനാകുന്ന ശ്രീ തേരോഴി രാമകുറുപ്പ്. അനുഷ്ഠാന കലകളിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2025 മെയ് 25-ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ഡോക്ടർ അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി വീരശൃംഖല രാമകുറുപ്പിന് സമ്മാനിക്കും. ചേർത്തല, തിരുനെല്ലൂർ, പൂക്കളത്ത് പരമേശ്വരക്കുറുപ്പ്, തേരോഴി വീട്ടിൽ ഗൗരിക്കുട്ടിയമ്മ ദമ്പതികളുടെ മകനായി 1946-ൽ ജനിച്ച തേരോഴി രാമക്കുറുപ്പ് സ്കൂൾ പഠനശേഷം അമ്മാവനായ കട്ടിരിക്കൽ പച്ചുക്കുറുപ്പിന്റെ ശിക്ഷണത്തിൽ വാദ്യകല അഭ്യസിച്ചു. 15-ാം വയസ്സിൽ ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തായമ്പകകുട്ടി അരങ്ങേറ്റം നടത്തി. വൈക്കത്തപ്പൻ സുവർണമുദ്ര, ഉദയനാപുരത്തപ്പൻ പുരസ്കാരം, മള്ളിയൂർ സുവർണമുദ്ര, ചോറ്റാനിക്കര മാരാ ട്രസ്റ്റിന്റെ കീർത്തിഫലകം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഉദയനാപുരം ചാത്തൻകുടി ദേവി ക്ഷേത്രാങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VRC നായർ അധ്യക്ഷത വഹിച്ചു. തന്ത്രിമാരായ മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി, മോനാട്ടുമന കൃഷ്ണൻ നമ്പൂതിരി, പുലിയന്നൂർ ശശി നമ്പൂതിരി, കൺവീനർ രതീഷ് അരയങ്കാവ്, രക്ഷാധികാരി വൈക്കം ചന്ദ്രൻ മാരാർ, നഗരസഭാ കൗൺസിലർ N. അയ്യപ്പൻ, PGM നായർ, കാലടി കൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുന്ന ഒരു സർക്കാരിൽ ADGP ആകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ADGPയെ മാറ്റിയേ തീരുവെന്നും ബിനോയ് വിശ്വം. അന്തരിച്ച AEO ബാബുസാറിന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ചേർത്തലയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ച ശേഷമായിരുന്നു സംസ്കാരം. വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അടിയന്തരമായി അംഗീകരിക്കപ്പെടണമെന്ന ആവശ്യം വൈക്കത്ത് കർഷക തൊഴിലാളികൾ പ്രതിഷേധ സമരം നടത്തി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.